അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബില്ലാഹി അമ്മാ ബഅദ്. പ്രിയ സഹോദരങ്ങളെ, നമ്മളെ CH മുസ്തഫ അദ്ദേഹം എല്ലാറ്റിനെയും ഈ കരിമ്പന്തോട്ടത്തിൽ ആന കടന്ന മാതിരി എന്ന പ്രയോഗമുണ്ട്. എല്ലാത്തിനെയും തകർത്തെറിയുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അതിന് അദ്ദേഹം പ്രയോഗിക്കുന്ന ഒരടവാണ് മൗലവിപ്പട്ടം. അദ്ദേഹത്തിൻ്റെ പേരിനോട് ആ വാല് ചേർത്തുകൊണ്ട് പിന്നെ ഖുത്ബ എന്നുള്ള പേരിൽ ഏതോ റൂമിൽ ഇരുന്നിട്ട് നടത്തുന്ന പ്രസംഗം. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സലാത്തും സലാമും ഒക്കെ ചൊല്ലി ഞാൻ നബിയെ സ്നേഹിക്കുന്ന ആളാണ് എന്ന് വരുത്തിക്കൊണ്ടാണ് അദ്ദേഹം അതൊക്കെ പറയുന്നത്. അങ്ങനെ പറഞ്ഞെങ്കിലേ അദ്ദേഹത്തിൻ്റെ ചെറുക്ക് ചിലവാവുള്ളൂ എന്നുള്ളത് അദ്ദേഹത്തിന് നന്നായി അറിയാം. അപ്പോൾ അദ്ദേഹത്തെ വിമർശിക്കുന്നത് അദ്ദേഹം ഇഷ്ടപ്പെടില്ല, അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നാണ്. കാരണം അദ്ദേഹം പറയുന്നത് 100% സത്യമാണ്, അതിൽ പൊളിയില്ല എന്നുള്ള ഔദ്ധത്യത്തിൻ്റെ അഹങ്കാരത്തിൻ്റെ ഒരു രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ മുമ്പോട്ടുള്ള പോക്ക്. അതുകൊണ്ട് എന്നെ ആരും ചോദ്യം ചെയ്യേണ്ടതില്ല, ഞാൻ പറയുന്നതൊക്കെ 100% ശരിയാണ്. ഈ ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് അദ്ദേഹം പോണത്. അപ്പോൾ അദ്ദേഹത്തോട് ഞാനൊരിക്കൽ എൻ്റെ ഒരു ഇതിൽ എപ്പിസോഡിൽ ഞാൻ ചോദിച്ചിരുന്നു, ഖുത്ബ എവിടെ നിന്ന് നടത്തണതാണ്, ഏത് പള്ളിയിൽ നിന്നാണ്, അതുകൊണ്ടാണോ എന്നറിയില്ല. അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ പള്ളിയിൽ വെച്ചല്ല ഈ നടത്തുന്നത്, റൂമിൽ വെച്ചാണെന്നാണ്. അത് അദ്ദേഹം പറഞ്ഞതാൽ നന്നായി. അദ്ദേഹത്തോട് നമ്മൾക്കതിൽ സന്തോഷമുണ്ട്, പിന്നെ നന്ദിയുമുണ്ട്. അദ്ദേഹം ബുഖാരി, മുസ്ലിം എന്ന് പറഞ്ഞാൽ ഹദീസ്, ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ രണ്ടാമത്തേതായിട്ടുള്ള ഹദീസിനെ തീർത്തും തള്ളിപ്പറയുന്ന രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ബുഖാരിയെ പച്ചക്ക് ചീത്ത പറയുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ സംസാരം. അദ്ദേഹം പറയുന്ന ഒരു സംഗതി, ബുഖാരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവഹേളിച്ചു. ബുഖാരിയിലല്ല ഹദീസിൻ്റെ കിതാബുകളിലൊക്കെ അശ്ലീല ഹദീസുകളുണ്ട് എന്നാണ്. എന്നിട്ട് അദ്ദേഹം പറയണത് ബുഖാരിയിൽ നല്ലതില്ല എന്ന് ചോദിക്കും. നല്ലതുണ്ട്, അതുകൊണ്ട് എന്താ ഒരു മോശപ്പെട്ട സംഗതി ഉണ്ടായാൽ ബാക്കിയൊക്കെ പോയില്ലേ എന്നാണ്. ഈ തത്വമനുസരിച്ച് അദ്ദേഹം പറയുന്നതും അദ്ദേഹം എഴുതുന്നതുമായ സംഗതികളുടെ കാര്യമോ എന്ന് നമ്മൾക്ക് അദ്ദേഹത്തോട് ചോദിക്കേണ്ടി വരികയാണ്. അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ, അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലുമുള്ള ഒരുപാട് അശ്ലീലങ്ങളും അതുപോലെ തന്നെ മോശപ്പെട്ട സംഗതികളുമൊക്കെ നമ്മൾക്ക് എടുത്ത് കാണിക്കാൻ കഴിയും. അപ്പോൾ അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ഈ തത്വം അനുസരിച്ച് അദ്ദേഹം പറയുന്നതിന് യാതൊരു പ്രാബല്യവുമില്ല, അതുമൊക്കെ തള്ളപ്പെടേണ്ടതാണ് എന്ന് അദ്ദേഹം തന്നെ പറയുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത്, സജ്ജന നിന്ന കൊണ്ടേ ദുർജനം സന്തോഷിപ്പൂ, സജ്ജനത്തിന് നിന്നയില്ല ദുർജനത്തെയും എന്ന കവിപ്രോക്തമാണ് ഇവിടെ നമ്മൾ ഉദ്ധരിക്കേണ്ടി വരുന്നത്. എന്ന് പറഞ്ഞാൽ തനിക്ക് ഇഷ്ടമില്ലാത്ത, താൻ അംഗീകരിക്കാത്ത ആളുകളെയൊക്കെ തെറി പറയുക, അവരെയൊക്കെ അരിക്കാക്കുക, അവഹേളിക്കുക എന്നുള്ള രീതിയാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. അതിന് അദ്ദേഹം പറയുന്ന ന്യായം എന്താണ്? എൻ്റെ ഗുരുവായിട്ടുള്ള നബിയെ നിന്ദിക്കുന്നു എന്നാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ഈ സംഗതി ബോധ്യപ്പെടായികയല്ല, അദ്ദേഹം മറ്റൊരു കാഴ്ചപ്പാടോടുകൂടിയാണ് ഇതിനൊക്കെ തകർക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. അദ്ദേഹം തന്നെ പറഞ്ഞതനുസരിച്ച്, അദ്ദേഹം ശ്രീനാരായണീയ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകനാണ്. അതനുസരിച്ച് അദ്ദേഹം അങ്ങനെയൊക്കെ പറഞ്ഞതെങ്കിലേ അത്ഭുതമുള്ളൂ. അപ്പോൾ അദ്ദേഹം യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ പക്ഷത്ത് നിന്ന് സംസാരിക്കുന്നു എന്ന് വരുത്തി തീർത്തുകൊണ്ട് ഇസ്ലാമിനെ തകർക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യണത്. കാരണം ഈ കോടാലിക്ക് മരത്തിൻ്റെ പിടിയാണല്ലോ സാധാരണ ഉണ്ടായിട്ടുള്ളത്. മരത്തിനെ തകർക്കാൻ മരത്തിൻ്റെ തന്നെ പിടിയിട്ടിട്ടാണ് കോടാലി ഉപയോഗിക്കുക. ഈ ഒരു പണിയാണ് യഥാർത്ഥത്തിൽ മുസ്തഫ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറയുന്ന ഹദീസുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾക്ക് പരിശോധിക്കാവുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞതാണോ ശരി? ആ ഹദീസുകളിൽ നബിയെ അവഹേളിക്കുക എന്നുള്ളൊരു സംഗതി ഉണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഇങ്ങനെയുള്ള നബിയുമായി ബന്ധപ്പെട്ട് ഇത്തരം ഹദീസുകൾ ഉദ്ധരിക്കുമ്പോൾ ആ ഹദീസുകൾ എങ്ങനെയാണ് നബിയുമായി ബന്ധപ്പെടുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട് മുസ്തഫ പറയും പോലെയാണോ കാര്യങ്ങളുള്ളത്. മുസ്തഫ എന്ന് മാത്രമല്ല, മുസ്തഫയെ പോലുള്ള ഈ ആളുകൾ, ഇതൊക്കെ ഓറിയൻ്റലിസ്റ്റുകൾ പണ്ട് എഴുതി വച്ചിട്ടുള്ളത് മുസ്തഫ ജബ്ബാറിനെ പോലെ തന്നെ എടുത്തു പറയുന്നു എന്നേ ഉള്ളൂ. അല്ലാതെ മുസ്തഫൻ്റെ സ്വന്തമായിട്ട് ഇതിൽ യാതൊന്നുമില്ല.
പോരെങ്കിൽ ഷിയാക്കളുടെ ഒരു സംഗതി കൂടി അതിലുണ്ട്. സുന്നികളെ തകർക്കാൻ വേണ്ടി ഷിയാക്കൾ ഉപയോഗിച്ച ചില പ്രയോഗങ്ങളും മുസ്തഫയെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇത് രണ്ടും കൂട്ടിക്കെട്ടിയിട്ടാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മൾക്ക് അതിലേക്ക് വരാം.